ലോകത്ത് എനിക്ക് ആദ്യമായി കൃഷി തോന്നിയ പെണ്ണ് നീ അറിയാ. നിന്നെ എന്നു മുതൽ ചേട്ടത്തിയുടെ കൂടെ ഞാൻ കണ്ടോ അന്ന് മുതൽ എൻ്റെ മനസ്സ് നിറയെ നീയായിരുന്നു. അതിപ്പോൾ വരെയും അങ്ങനെ തന്നെയാ. അതും പറഞ്ഞ് റയാൻ അവളുടെ കവളിൽ കൈവച്ചു. റിയ അവനെ തന്നെ നോക്കി. റയാൻ അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്തു. റിയ ഊഞ്ഞാലിൻ്റെ ഇരു സൈഡും കൈകൾ മുറുക്കി പിടിച്ച് കണ്ണുകളെ ഇറുക്കി അടച്ചു. റയാന്റെ ചുംബനത്തിൽ അവൾ ലയിച്ചുപോയി. അവൻ അവളുടെ കീഴ്ചുണ്ട് കടിച്ചെടുത്ത് നുണഞ്ഞു. ആദ്യമായി അനുഭവിക്കുന്ന ഒരു ലഹരിയോടെ റിയ അവന്റെ തോളിൽ പിടിമുറുക്കി. കാറ്റുപോലും കടന്നു പോകാത്ത വിധമായിരുന്നു അവൻ അവളെ ചുംബിച്ചത്. അവൾക്ക് ശ്വാസം പോലും എടുക്കാനുള്ള ഗ്യാപ്പ് അവൻ കൊടുത്തിരുന്നില്ല. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവളെ വിടാൻ അവൻ തയ്യാറായിരുന്നില്ല. അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ മുറുകി. ഒരു കൈകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു നോക്കിയവൾ, പക്ഷെ സാധിച്ചില്ല. അവൻ പിന്മാറിയില്ല എന്നതാണ് സത്യം. സമയം കടന്നു പോകുന്നതിനൊടുവിൽ അവനും കിതച്ചു പോയിരുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും റയാൻ അവളെ മോചിപ്പിച്ചു. ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ചുണ്ടുകൾ അവൻ്റെ ഉമിനീരിനാൽ കുതിർന്നു. അവൾക്ക് ആദ്യമായി അവന്റെ മുഖത്തേക്ക് നോക്കാൻ നാണം തോന്നി. അവനാണെങ്കിൽ കുസൃതിയോടെ അവളെ നോക്കി ചിരിച്ചു. റിയ, അവൻ വിളിച്ചതും അവൾ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് റയാൻ തന്റെ ചുണ്ട് തള്ളവിരലിനാൽ തുടച്ചു. അത് കണ്ടതും അവൾക്ക് വല്ലാത്ത നാണം തോന്നിപ്പോയി. റിയ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ കയ്യിൽ അവന്റെ പിടി വീണിരുന്നു. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് കൊതി തീർന്നില്ല. അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. റയാൻ, വിട്ടേ. അവൾ അവന്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. ഇത്രയും നാണമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്റെ ഗെറ്റപ്പും തെറിച്ച സംസാരം കേട്ടാൽ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അവൻ വീണ്ടും അവളെ കളിയാക്കിയതും അവൾ നെറ്റി ചുളിച്ചു വെച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ കയ്യിൽ നിന്നുള്ള പിടി പതിയെ അയച്ചു. അവൾ വീണ്ടും പോകാൻ തുടങ്ങിയതും അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു. റയാൻ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈചുറ്റി അവളെ അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവൻ തിരികെയും. എനിക്ക് ഇനിയും വേണം റിയ. കൊതി തീരുന്നില്ല. ഈ ചുണ്ടുകളുടെ മൃദുലത അറിഞ്ഞു മതിയാകുന്നില്ല. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. അവൾ അവന്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവനൊരു ചിരിയോടെ അവൾക്ക് വിധേയനായി നിന്നു. അവനെ ചുംബിച്ചതിന് ശേഷം അവൾ അവന്റെ കഴുത്തിൽ കൂടി ഇരു കൈകളുമിട്ട് അവന്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നു. അവൻ ഇടുപ്പിൽ കൂടി അവളെ ചേർത്തു പിടിച്ചു, ഒരു ചിരിയോടെ. അവന്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. അവൾ കണ്ണുകൾ അടച്ചവയെ സ്വീകരിച്ചു, നിർവൃതിയാൽ തീർത്തൊരു പുഞ്ചിരിയോടെ. ക്രിസ്റ്റി ഋഷുവിന്റെ അടുത്തേക്ക് ചെന്നു. കട്ടിലിൽ ഒന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങിയാണ് ഋഷു. അവൾ ഇട്ടിരുന്ന ഷർട്ട് വയറിൽ നിന്നും മാറി പൊക്കിൾ ചുഴി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നതും കുറച്ചു നിമിഷം നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ തന്നെ നോക്കി നിന്നിൽ കൈകൾ കെട്ടി. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തും ശേഷം വയറിലേക്കും പോയിരുന്നു. കുറച്ചു നിമിഷം അവളെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തതിന് ശേഷം ഒരു പുഞ്ചിരിയോടെ അവളുടെ മാറിലേക്ക് തലവെച്ച് അവളെ ചുറ്റിപ്പിടിച്ചവൻ കിടന്നു. ഉറക്കത്തിൽ പെട്ടെന്ന് ആരോ തന്നെ പിടിക്കുന്നതായും തന്റെ ശരീരത്തിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടതായും തോന്നിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. തന്റെ മാറിലേക്ക് തലവെച്ച് തന്നെ മുറുക്കി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അവൻ. അവൾ പെട്ടെന്ന് അവിടെ നിന്നും ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അവനങ്ങനെ കിടക്കുന്നത് കൊണ്ട് അവൾക്കൊന്നും അനങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത്സായ, അങ്ങോട്ട് മാറിക്കേ, എനിക്ക് എഴുന്നേക്കണം. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് അവളെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു. എന്തിനാ ഇങ്ങനെ പാറ പോലെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നേ? അവൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു. നല്ല സുഖമുണ്ട് ഇങ്ങനെ കിടക്കാൻ. അവൻ പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി നൽകി. മറ്റുള്ളവരെ ശ്വാസം മുട്ടിച്ചിട്ട് വേണോ സുഖമായിട്ട് കിടക്കാൻ? ആ തലയണയിലേക്ക് കാണാൻ കിടക്ക്. അവൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു. ഇല്ല, തലേണേ കിടന്നാൽ ഈ സുഖം കിട്ടില്ല. ഇതാകുമ്പോൾ തലേണേക്കാൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. എനിക്ക് ഇവിടെ കിടക്കാനാ ഇഷ്ടം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖമമർത്തി. ഋഷു ഒന്ന് ഏങ്ങിപ്പോയിരുന്നു. അവൻ അവന്റെ ചുണ്ട് ഡ്രസ്സിനിടയിൽ കൂടി അവളുടെ മാറിൽ പതിപ്പിച്ചു. അവൾ അവനെ തള്ളിമാറ്റാൻ ആവത് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ അവനവളെ പിടിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് മാറി, എനിക്ക് എഴുന്നേൽക്കണം. ആരെങ്കിലും വരും. അവൾ പറഞ്ഞുകൊണ്ട് അവനെ മാറ്റാൻ ഒരുപാട് എതിർക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആരും വരാൻ പോകുന്നില്ല. ഞാൻ ഡോറടിച്ച് ലോക്ക് ചെയ്തിട്ടാണ് വന്ന് കിടന്നത്. ആരെങ്കിലും വരുവാണെങ്കിൽ അപ്പോൾ പോയി ഡോർ ഓപ്പൺ ചെയ്യാം. പിന്നെ നിന്നെയും എന്നെയും മുറിയിൽ കണ്ട ആരും ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ നീ എന്നെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിച്ചത്. അപ്പം നമ്മുടെ കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞല്ലോ. അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ എതിർക്കുന്നത് നിർത്തി. പിന്നെ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് നോക്കിക്കിടന്നു. അവൻ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ മുകളിലേക്ക് നോക്കി അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു, ഒരു പുഞ്ചിരിയോടെ. അവന്റെ മുഖം അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. അവൻ അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ വീണ്ടും നോക്കി. വീണ്ടും അവൻ അവളെ ചുംബിച്ചു. അവൾ അങ്ങനെ തന്നെ അവനെ നോക്കിക്കിടന്നു. അവൻ അതുപോലെ അവളെ ചുംബിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർ കണ്ണിന്റെ സൈഡിലൂടെ താഴേക്ക് പതിച്ചു. ഋഷു, അവളുടെ കവളിലേക്ക് കൈവച്ചുകൊണ്ട് അവൻ പതിയെ വിളിച്ചു. എന്തിനാ ഇത്രയും നാൾ എന്നെ സങ്കടപ്പെടുത്തിയത്? എന്നെ വഴക്കു പറഞ്ഞത്? എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ പെരുമാറിയത്? അവൾ കുഞ്ഞുകുട്ടികൾ പരാതി പറയുന്നത് പോലെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. അന്ന് കുറച്ച് വിഷമിച്ചെങ്കിലും ഇപ്പം എൻ്റെ പെണ്ണിന് സന്തോഷമായില്ലേ? അവൻ പുഞ്ചിരിയോട് ചോദിച്ചു.
എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ അന്നേ അത് പറഞ്ഞുകൂടായിരുന്നോ? അവൾ വീണ്ടും പരാതി പോലെ അവനോട് ചോദിച്ചു. അന്നേ പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു ത്രില്ലല്ലെന്നേ. അവൻ അവളുടെ കവിളിലൊന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവളൊന്നും തന്നെ മിണ്ടിയില്ല. പിന്നെ ഇങ്ങനെ എന്നെ വശീകരിക്കുന്ന രീതിയിൽ കിടക്കല്ലേ. ഇന്നലെ വരെയുള്ള ഞാനല്ല ഇന്ന്. ഇന്നലെ വരെ എനിക്ക് നിന്നോട് ദേഷ്യത്തോടെ പെരുമാറിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടന്നാ ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ ഇന്നു മുതൽ അങ്ങനെയല്ല. എനിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് കിടന്നാ എൻ്റെ കൺട്രോൾ പോകും. ഞാൻ പലതും ചെയ്യും. അവൻ അവളുടെ പൊക്കിളിനു ചുറ്റും ചൂണ്ടുവിരൽ കൊണ്ട് കളം വരച്ചു പറഞ്ഞു. അത് കേട്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. നിനക്ക് ആ പെണ്ണിയെ പ്രേമിക്കാൻ വല്ല പ്ലാനും ഉണ്ടായിരുന്നോടി? അവൻ അവളെ നോക്കി കപട ദേഷ്യത്തോട് ചോദിച്ചു. ആ ഉണ്ടായിരുന്നു. ഇച്ചാൻ എന്നോട് ദേഷ്യം മാത്രമല്ലായിരുന്നോ? എന്നെ കാണുന്നത് കൂടി ഇഷ്ടമല്ലായിരുന്നല്ലോ. തന്നെയല്ല എന്നെ വിശ്വാസമില്ലാത്തതുപോലെയല്ലേ എന്നെ തല്ലിയത്? അവൾ തിരികെ അവനോട് ചോദിച്ചതും അവൻ പെട്ടെന്ന് വല്ലാതെയായി. എടി അവൻ പെട്ടെന്ന് അവളെ നോക്കി പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ കടുവിനെ അല്ലാതെ ഞാൻ ആരെയെങ്കിലും പ്രേമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൾ തിരികെ അവന്റെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്തിരുന്നെങ്കിൽ അന്ന് കണ്ടേനെ നീ എൻ്റെ തനിക്കൊണം. എന്നെ അല്ലാതെ നീ വേറെ ആരെയും നോക്കുന്നത് കൂടി എനിക്ക് ഇഷ്ടമല്ല. അവൻ തിരികെ പിണക്കത്തോട് അവളോട് പറഞ്ഞു. അപ്പം ഞാൻ ബെന്നി സാറിനെ പ്രേമിച്ചിരുന്നെങ്കിലോ? ബെന്നി സാറാണെങ്കിൽ എൻ്റെ ഒരു എസ് കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ തിരികെ ഒരു പോസിറ്റീവ് സൈൻ കാണിച്ചിരുന്നെങ്കിൽ സാർ എപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അപ്പനോട് കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അവൾ വലിയ കാര്യം പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഭയ്യടി, എങ്കിൽ പിന്നെ നിന്റെ അവസാനവും ഞാൻ ഒന്ന് കണ്ടേനെ. അവനും തിരികെ അവളോട് പറഞ്ഞു. കടുവേനെ എന്തു ചെയ്യുമായിരുന്നു? പൊക്കിയെടുത്തു കൊണ്ടുപോയി ഏതെങ്കിലും പള്ളി വെച്ച് ഒരു മിന്നു കെട്ടി ഈ കഴുത്തിലിട്ട് തന്നേനെ ഞാൻ. പിന്നെ ഒരുത്തരും നിന്നെ കെട്ടാൻ വരില്ലല്ലോ. അവനും തിരികെ അവളോട് പറഞ്ഞു. ഓവ്. അവൾ അതിനെ പുച്ഛത്തോടെ തള്ളി. എന്താടി നിനക്ക് ഞാൻ അത് പറഞ്ഞപ്പോൾ ഒരു പുച്ഛം? ദൈവം തമ്പുരാനാണ് സത്യം. ഞാൻ അങ്ങനെ തന്നെ ചെയ്തേനെ. അതിനിടയിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായത് തന്നെ നന്നായി. ഇല്ലെങ്കിൽ നീയും ഞാനും ഒളിച്ചോടിയെന്ന് മറ്റുള്ളവർ പറഞ്ഞേനെ. അവനും തിരികെ അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ പുഞ്ചിരിയോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എങ്കിൽ പിന്നെ ഇച്ചായം പോയാട്ടെ, റിയ ഇപ്പോൾ വരും. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാനായി എഴുന്നേറ്റു. എന്നാൽ അതിനവളെ സമ്മതിക്കാതെ അവൻ ബലമായിട്ട് അവളെ അവിടെ തന്നെ പിടിച്ചു കിടത്തി. എന്താ ഇച്ചായെ കാണിക്കുന്നത്? അവൾ തിരികെ അവനോട് ചോദിച്ചു. കാണിച്ചില്ലല്ലോ, ഞാൻ കാണിക്കാനായി പോകുന്നതല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടു ചേർത്തു. പെട്ടെന്ന് അവൾ അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ മുറുകി. ക്രിസ്റ്റി അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞു. ഒരുതരം ആവേശത്തോടെ ചുണ്ട് രണ്ടും കടന്ന് ആ ചുംബനം നാവിലേക്ക് പതിക്കുന്നത് അവൾ അറിഞ്ഞു. ഋഷു അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൻ വിട്ടുകൊടുക്കില്ല എന്ന പോലെ അവളെ മതിമറന്ന് ചുംബിക്കുകയായിരുന്നു. അവന്റെ കൈകൾ അവളുടെ വയറ്റിൽ മുറുകി. ഹാ, അവൾ ഏങ്ങിപ്പോയി. എന്നാൽ അപ്പോഴും അവൻ അവളുടെ ചുണ്ടിന്റെ മാധുര്യം അറിയുകയായിരുന്നു. കുറച്ചു നിമിഷം കഴിഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ നിന്നും വേർപെടുത്തിയതിനു ശേഷം അവളുടെ വയറ്റിലേക്ക് മുഖം അമർത്തി. അവന്റെ മുഖം അവിടെ അമർന്നതും അവൾ അവന്റെ തലമുടിയിലും ഷോൾഡറിലുമായി പിടിമുറുക്കി. നാവ് കൊണ്ട് അവളുടെ പൊക്കിൾ ചുഴിയുടെ അളവ് അവൻ എടുക്കുമ്പോൾ ഋഷി പുളയുകയായിരുന്നു. ഒടുവിൽ ഒന്നുകൂടി അവളുടെ മൃദുലമായ വയറ്റിൽ ചുണ്ടുകൾ ചേർത്തതിനു ശേഷം അവൻ അവളെ വേർപെടുത്തി. ഋഷി ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. എനിക്കിതേ ഇത് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വേണ്ട, അതിനി അവസരം കിടപ്പുണ്ടല്ലോ. അവൻ അവളുടെ മറുകുള്ള മാറിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവളും അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നു. പെട്ടെന്നാണ് വാതിലിൽ മുട്ടുകേട്ടത്. അയ്യോ, റിയ ആയിരിക്കും. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റതിന് ശേഷം ഡ്രസ്സൊക്കെ നേരെയാക്കി തലമുടി ഒതുക്കി വെച്ചു. അവളുടെ വെപ്രാളമൊക്കെ കണ്ട് ക്രിസ്റ്റിക്ക് ചിരി വന്നു. നീ എന്തിനാടി ഇങ്ങനെ പേടിക്കുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു. ഇന്നവളെന്നെ കളിയാക്കി കൊല്ലും. അവൾ തലമുടി ശരിയാക്കിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്നിറങ്ങുന്ന ക്രിസ്റ്റിയെ കണ്ടതും റിയ അവനെ തന്നെ നോക്കി. വായടച്ചു വെക്കടി, ഇല്ലെങ്കിൽ ഈച്ച കയറിപ്പോകും മോളെ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിലൊന്ന് നുള്ളി. ബെസ്റ്റ്, കീരിയും പാമ്പും കൂടി അടയും ചക്കരയായപ്പോൾ ഇതാണല്ലേ ഇവിടെ പരിപാടി. എൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ രണ്ടും കൂടി ഇതിനകത്തായിരുന്നു അല്ലേ? അവൾ കൈകൾ രണ്ടും മിടുപ്പിൽ വെച്ച് അവനെ നോക്കി കപട ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ അവളെ നോക്കി നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു. എന്നിട്ട് എൻ്റെ ചേച്ചി കൊന്നോ? അവൾ തലപൊക്കി മുറിയിലേക്ക് നോക്കി ചോദിച്ചു. അപ്പോഴേക്കും ഋഷു എല്ലാം സെറ്റാക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തായാലും ഇത് കൊള്ളാം ചേച്ചി. ഞാൻ അങ്ങോട്ടൊന്ന് മാറിയപ്പോഴേക്കും രണ്ടും കൂടി ഇവിടെ റൊമാൻസ് ആയിരുന്നു അല്ലേ? റിയ അവളെ നോക്കി ചോദിച്ചതും അവളും നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു. ക്രിസ്റ്റി അവൾ പറയുന്നത് കേട്ട് അവളുടെ തലയിലൊന്ന് കൊട്ടിയതിനു ശേഷം ഒരു ചിരിയോടെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഋഷുവും റിയയും പരസ്പരം നോക്കി ചിരിച്ചിരുന്നു. ചാർലിയും കുഞ്ഞും കൂടി മുറിയിൽ തകൃതിയായി കളിക്കുകയാണ്. അത് നോക്കി ഒരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് അവൾ. ഒടുവിൽ ഇസു കളിച്ചു ഉറങ്ങിപ്പോയിരുന്നു. ഇസു ഉറങ്ങിയതും ഷീതു അവളെ നേരെ കിടത്തി. ശേഷം തലയിണയൊക്കെ എടുത്ത് നേരെ വെക്കാൻ തുടങ്ങിയതും ചാർലി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവന്റെ മടിയിലേക്ക് ഇരുത്തി. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പെണ്ണ് ഇന്ന് പണിയെടുത്ത് ക്ഷീണിച്ചു എന്ന് തോന്നല്ലോ. അവൻ അവളുടെ കവിളിലായി കൈവച്ചുകൊണ്ട് പറഞ്ഞു.
ഏയ് അങ്ങനെയൊന്നുമില്ല ചായ. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. എല്ലാവരും കൂടി കൂടുമ്പോൾ എന്ത് രസമാ. ഞാനിതൊക്കെ അനുഭവിച്ചു തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരുണ്യയിൽ എല്ലാവരും കൂടി കൂടുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും അനാഥരാണല്ലോ എന്നൊരു ചിന്തയുണ്ടാകും. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ. ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് തോന്നും. ചിലതൊക്കെ ആലോചിക്കുമ്പോൾ അവൾ ബാക്കി പറയാതെ മുഖം താഴ്ത്തിപ്പിടിച്ചു. എന്നാൽ അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തി. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നീ ആലോചിച്ചാൽ മതി. നിനക്കിവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും നിന്നെ അതുപോലെ തന്നെയാണ് ഷീതു കാണുന്നത്. അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവളാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ ഇച്ചായനോട് ഇതുവരെ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അതിന് ഒന്ന് പുഞ്ചിരിച്ചു. ശരിക്കും നിനക്കെന്നെ ഇഷ്ടമാണോ? അതോ എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നീ അങ്ങനെ? അവൻ ബാക്കി പറയുന്നതിന് മുൻപേ തന്നെ അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. അവനൊരു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എങ്ങനെയാ ഞാൻ ഈ മനുഷ്യനെ സ്നേഹിക്കാതിരിക്കേണ്ടത്? എന്ത് കാരണം കൊണ്ടാ ഞാൻ അകറ്റി നിർത്തേണ്ടത്? എൻ്റെ ഭാഗ്യമല്ലേ എൻ്റെ ഇച്ചായൻ. എനിക്ക് ദൈവം തന്നെ നിധിയല്ലേ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവന് വല്ലാത്ത സന്തോഷം തോന്നി. എൻ്റെ ജീവിതം ഇങ്ങനെ മാറ്റിമറിച്ചത് ഇച്ചായനല്ലേ? ഇച്ചായൻ അങ്ങനെ ഒരു തീരുമാനം അന്നത്തെ ദിവസം ഒരുപക്ഷെ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാനും കുഞ്ഞും ഈ ലോകത്തിൽ പോലും ഉണ്ടാകുമായിരുന്നില്ല. എന്നെ ലോകം കാണാൻ പഠിപ്പിച്ചത് ഇച്ചായനല്ലേ? ഈ കൈവെള്ളയിൽ ഞാൻ സുരക്ഷിതമായിരിക്കുന്നത് പോലെ മറ്റൊരാളുടെ കൂടെ ഞാൻ സുരക്ഷിതമായിരിക്കില്ല. ഇതിനൊക്കെ പകരമായി ഞാൻ എന്താ തരേണ്ടതെന്ന് എനിക്കറിയില്ല. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, ഒന്നും. നീയും നമ്മുടെ കുഞ്ഞും മാത്രം മതി എനിക്ക്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ സ്വത്തുക്കൾ, എനിക്ക് ദൈവം തന്ന നിധികൾ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചിരുന്നു. എല്ലാവരും ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഹാളിൽ കൂടിയിരിക്കുകയായിരുന്നു. പപ്പമാർ രണ്ടുപേരും ഒന്ന് കൂടിയിട്ടുള്ള ഇരിപ്പാണ്. പാപ്പൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തായിരുന്നു അത്? വിഷുവിൻ്റെ പപ്പ ചാർലിയുടെ പപ്പയെ നോക്കി പറഞ്ഞു. അത് വേറൊന്നും അല്ലടാ, ചാർലിയുടെ നമ്മുടെ ഷീതുമോളുടെയും വിവാഹം ഈ വരുന്ന 1-ാം തീയതി പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് അവൻ പറഞ്ഞു. ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചിരുന്നു. അച്ഛനും ആ ദിവസം സൗകര്യമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ വിവാഹം നടത്താമെന്നാണ് കരുതുന്നേ. അയാൾ എല്ലാവരെയും നോക്കി പറഞ്ഞു. പക്ഷെ അതിങ്ങ് അടുത്തു പോയില്ലേ? ഇനി 4-5 ദിവസമല്ലേ ബാക്കിയുള്ളൂ? റയാൻ സംശയത്തോടെ ചോദിച്ചു. അതിനിപ്പോൾ എന്താ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പുറത്തു നിന്ന് ആരെയും വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ മാത്രം മതി ഈ വിവാഹത്തിന്. പള്ളി വെച്ച് ലൈസൻസോടുകൂടി വിവാഹം നടത്തുന്നു. ചാർലി എല്ലാവരെയും നോക്കി പറഞ്ഞതും അവർക്കെല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. അത് നല്ല കാര്യമാ. എത്ര നാൾ ഇവർ അന്യരെ പോലെ നിൽക്കും? അവൻ തന്നെ അവളെ മിന്നുകെട്ടി സ്വന്താക്കട്ടെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഇസുവിനൊരു കൂട്ടും കൂടി കൊടുക്കട്ടെ. കുഞ്ഞിനിപ്പോൾ വയസ്സ് 3 ആയില്ലേ? ഋഷുവിന്റെ പപ്പ പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു. മോൾക്ക് പൂർണ്ണസമ്മതമല്ലേ? പപ്പ അവളെ നോക്കി ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എങ്കിലും ആദം എന്നൊരു പേര് അവളുടെ മനസ്സിലൊരു പേടിയായി നിലനിന്നിരുന്നു.